കൊടുപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും. അമർത്തി കുലുക്കി കവിയുന്നൊരു നല്ല അളവ് നിങ്ങളുടെ മടിയിൽ തരും. നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്ക് അളന്ന് കിട്ടും. ലൂക്കോസ് 6:38. നൽകുന്നതിലൂടെയാണ് നാം നേടുന്നത്. ഈ വസ്തുത എല്ലാവർക്കും അറിയാമെങ്കിലും ഉള്ളത് നൽകുവാൻ എന്തൊരു വിഷമമാണ് അല്ലേ? ഉള്ളത് കൊടുക്കുവാനുള്ള സന്നദ്ധതയാണ് ജീവിതത്തെ ശ്രേഷ്ഠമാക്കുന്നത്. ഉള്ളത് നൽകിയാൽ എൻ്റെ കാര്യം എങ്ങനെ നടക്കും എന്ന് നാം ചിന്തിച്ചേക്കാം. പക്ഷെ ഞാൻ കൊടുത്തില്ലെങ്കിൽ അവന്റെ കാര്യം എങ്ങനെ നടക്കും എന്നതിനെക്കുറിച്ച് നാം ആരും ചിന്തിക്കാറില്ല. അങ്ങനെ ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് സാധാരണ വരാറില്ല. അത് നമ്മുടെ മനസ്സിന്റെ ദരിദ്രാവസ്ഥയാണ് കാണിക്കുന്നത്. അപരന് വേണ്ടി ജീവിക്കുവാൻ സാധ്യമാകുന്ന ഒരു ജീവിത ഭാവം ഉള്ളവർക്ക് മാത്രമേ സ്വന്തം ജീവിതം പോലും ധന്യമാക്കുവാൻ കഴിയുകയുള്ളൂ. നാം നമ്മെ തന്നെ പരിശോധിച്ചാൽ എത്രമാത്രം സ്വാർത്ഥരാണ് നാമെന്ന് മനസ്സിലാകും. തങ്ങളുടെ സ്വന്തം നേട്ടങ്ങൾ കൊണ്ടാണ് ജീവിക്കുന്നത് എന്ന് കരുതുന്നവർക്ക് മറ്റുള്ളവർക്ക് ഒന്നും നൽകുവാൻ കഴിയാതെ പോകും എന്ന് മാത്രമല്ല, തങ്ങൾക്ക് വേണ്ടി തന്നെ ജീവിക്കുവാനും കഴിയാതെ പോകും. അതാണ് ജീവിതത്തിന്റെ ദരിദ്രതയും അരിഷ്ടതയും. എന്നാൽ ദാനം ചെയ്യുവാൻ കഴിയുന്നവർക്കാണ് നേട്ടം കൊയ്യുവാൻ ഇടയാകുന്നത്. ദരിദ്രമായ മനസ്സുള്ളവർ എന്നും ദരിദ്രരായിരിക്കും. ധന്യമായ മനസ്സുള്ളവരാകട്ടെ ധന്യരായി ജീവിക്കും. ആകയാൽ നമുക്കുള്ളത് പങ്കുവയ്ക്കുവാൻ സന്നദ്ധതയുള്ളവരായി നമുക്ക് ജീവിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.